ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഇൻറ്റീരിയൽ ആംഗിൾസിനെ പറ്റിയായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ടർ ആംഗിൾസിനെ പറ്റിയാണ്. ഔട്ടർ ആംഗിൾസ് എന്താണ്? ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് പോളിഗണിൻ്റെ ലൈൻസ് നീട്ടി വരച്ചാൽ കിട്ടുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഈ ഒരു പോളിഗണിൻ്റെ ലൈന് നമുക്ക് നീട്ടി വരച്ചപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾസാണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള ആംഗിൾസിനെ നമ്മൾ ഔട്ടർ ആംഗിൾസ് എന്നാണ് പറയുക. എങ്ങനെയാണ് ഔട്ടർ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റിൽ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റീരിയൽ ആംഗിൾസിനെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഇൻറ്റീരിയൽ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഒരു പോളിഗണിൻ്റെ അൺനോൺ ആയിട്ടുള്ള സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പോളിഗണിൻ്റെ സൈഡ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ടർ ആംഗിൾസിനെ പറ്റിയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഔട്ടർ ആംഗിൾസ്, നമ്മളൊരു ട്രയാങ്കിൾ വരച്ചതിൻ്റെ ശേഷം ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ ആംഗിൾ കിട്ടും ട്രയാങ്കിളിൻ്റെ ഔട്ട് സൈഡായിട്ട്. ഈ ഒരു ആംഗിളിനെയാണ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റീരിയൽ ആംഗിൾ എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിനെയാണ്. ഇവിടെ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സൈഡും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത് ഇൻറ്റേർണൽ ആംഗിളാണ് അല്ലെങ്കിൽ ഇന്നർ ആംഗിളാണ്. ഈ ഒരു ഭാഗമാണ് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയൽ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഇത് ഒരു ലീനിയർ പെയറും കൂടിയാണ്. അതുപോലെ ഈ ഒരു സൈഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ആംഗിളും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും AE എന്ന് പറഞ്ഞിട്ടുള്ള ലൈനും BD എന്ന് പറഞ്ഞിട്ടുള്ള ലൈനും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? AE എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് BD എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിലേക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈ രണ്ട് ആംഗിൾസും. ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ ACD ഈക്വൽ ടു ആംഗിൾ BCD. Thus, two outer angles at the same vertex are equal. ഒരു വെർട്ടെക്സിലുള്ള രണ്ട് ഔട്ടർ ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടതും ഓർമ്മിച്ചത് വെക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും എന്ന് പറയുന്നത് ലീനിയർ പെയറാണ്. ഈ ഒരു കാര്യം മറന്നു പോകരുത്. ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുന്നത്. എക്സ്റ്റീരിയൽ ആംഗിൾ തിയറം, ഒരു പോളിഗണിൻ്റെ എക്സ്റ്റീരിയൽ ആംഗിൾസ് തിയറം എന്താണ്? എക്സ്റ്റീരിയൽ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് പോളിഗണിൻ്റെ എക്സ്റ്റീരിയൽ ആംഗിൾസ് തിയറം പറയുന്നത്. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു ആംഗിളിൻ്റെ സമ്മ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തത്തിൽ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ രണ്ട് സൈഡ്സും നമുക്കറിയില്ല. അപ്പോൾ ഈ രണ്ട് സൈഡ്സിൻ്റെ വാല്യൂസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ സമ്മപ്പ് ചെയ്യുക. സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 260 + 2x = 362. അപ്പം 2x എന്ന് പറയുന്നത് 100 ആണ്, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആയിട്ട് കിട്ടും.
ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 51 കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നോക്കാം. 2 angles of a triangle are 40 degree and 60 degree. Calculate all its outer angles. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയും 60 ഡിഗ്രിയാണ്. നമ്മളുടെ ഔട്ടർ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡിഗ്രീസ് മാർക്ക് ചെയ്ത് വെക്കുക. 40 ഡിഗ്രി 60 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഒരു ആംഗിൾ 40 ഡിഗ്രിയും ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ തേർഡ് ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു തേർഡ് ആംഗിൾ നമ്മൾ സാധാരണഗതിയിൽ കണ്ടെത്തൽ? അതായത് ടോട്ടൽ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിൻ്റെ സമ്മെന്ന് ഈ രണ്ട് ആംഗിൾസ് സമ്മ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? 180 60 + 40 മൈനസ് ചെയ്യുക. അപ്പോൾ 80 ഡിഗ്രി കിട്ടും. ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി. ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് 140 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഔട്ടർ ആംഗിൾസ് എല്ലാം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ടോട്ടൽ 360 ഡിഗ്രിയാണ്. ഇൻറ്റീരിയൽ ആംഗിൾസ് എല്ലാം പ്ലസ് ചെയ്താൽ 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മളെ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതെന്നതാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. തേർഡ് ആംഗിൾ ഈക്വൽ ടു 180 - 40 + 60 ഈക്വൽ ടു 80 ഡിഗ്രി. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 180 - 40 180 - 60 180 - 80 140. ദാറ്റ് ഈസ് 140 ഡിഗ്രി 120 degree and 100 degree. Compute all angles in the figure below. താഴെ തന്നിട്ടുള്ള ഫിഗറിലുള്ള ആംഗിൾസ് നമ്മളോട് കണ്ടുപിടിക്കാൻ, അതായത് പിക്ചറിലുള്ള എല്ലാ ആംഗിൾസും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ 105 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ രണ്ട് ആംഗിൾസും ലീനിയർ പെയർ ആണ്. അപ്പോൾ 180 നിന്ന് 105 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 75 ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസും ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 145 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഈ രണ്ട് ആംഗിൾസും കിട്ടുകയാണെങ്കിൽ ഈ തേർഡ് ആംഗിൾ നമുക്ക് കണ്ടെത്തിക്കൂടെ? അതായത് 75 + 35 ചെയ്തതിൻ്റെ ശേഷം 180 നിന്ന് നമ്മൾ ഈ പ്ലസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 70 ഡിഗ്രി. അതായത് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 110 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂടി നമുക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ 110 കിട്ടും ഈ ഒരു ആംഗിളും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എങ്ങനെ എഴുതുക? ആംഗിൾ ABC ഈക്വൽ ടു 180 - 105 ദാറ്റ്സ് ഈക്വൽ ടു 75. ആംഗിൾ C ഈക്വൽ ടു 180 - 35 + 75 ദാറ്റ്സ് ഈക്വൽ ടു 180 - 110 ദാറ്റ്സ് ഈക്വൽ ടു 70 ഡിഗ്രി. Exterior angle at A equal to 180 - 35 degree equal to 145 degree. Exterior angle at B equal to 180 - 75 degree equal to 105 degree. Exterior angle at C equal to
180 മൈനസ് 70 ഈക്വൽ ടു 110 ഡിഗ്രി. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു കോർഡിലേറ്ററാണ്. ഈ കോർഡിലേറ്ററിൻ്റെ ഔട്ടർ ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 ഇന്നർ ആംഗിൾസിൻ്റെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം 360 ഡിഗ്രിന്ന് ഈ 3 ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. അപ്പം ഇത് പ്ലസ് ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? 130 പ്ലസ് 70 എന്ന് പറയുന്നത് 200. 200 പ്ലസ് 60 ഡിഗ്രി എത്രയാണ്? 260 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് 260 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 100. അപ്പം ഇന്നർ ആംഗിൾസ് നമുക്ക് കിട്ടി. ഔട്ടർ ആംഗിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. എന്താ റീസണ്? ലീനിയർ പെയർ. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി. 120 പ്ലസ് 60 എത്രയാണ്? 180 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 110 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർത്ത് ആംഗിൾ ഈക്വൽ ടു 360 മൈനസ് 130 പ്ലസ് 70 പ്ലസ് 60 ഈക്വൽ ടു 100 ഡിഗ്രി. എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു 120 ഡിഗ്രി, 110 ഡിഗ്രി, 50 ഡിഗ്രി, 80 ഡിഗ്രി. സിമ്പിൾ അല്ലേ? ഒരു ഫിഗറിലും നമുക്ക് കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആംഗിൾസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഈ ഒരു ആംഗിൾ 35 ആണ് കിട്ടുക. എങ്ങനെയാണ്? 180യിൽ നിന്ന് 145 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 35. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 35 ആണ്. ഈ ഒരു ആംഗിൾ 35ഉം ഈ ഒരു ആംഗിൾ 70 ഡിഗ്രിയും ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന തേർഡ് ആംഗിൾ എത്രയായിരിക്കും? 75 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്താണ്? 105. ഈ ഒരു ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടുക? 110. ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. എല്ലാവരും ചെയ്ത് നോക്കിയോ? എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്? ഈ 2 ആംഗിൾസും ലീനിയർ പെയർ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? 180യിൽ നിന്ന് 115 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ 65 കിട്ടും. അതുപോലെ ഈ ഒരു ആംഗിൾ നമുക്ക് 120 കിട്ടും. എങ്ങനെയാണ്? ഇത് 100 ഡിഗ്രിയും ഇത് 75 ഡിഗ്രിയും ഇത് 65 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് ഈ 3 ആംഗിൾസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഈ 2 ആംഗിൾസും ലീനിയർ പെയർ ആണ്. ഇത് 120 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? അതായത് ഒരു ലൈനിനെ വേറൊരു ലൈന് വന്ന് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇത്. അപ്പോൾ ഈ 2 ആംഗിൾസും എന്താണ്? 100 അല്ലേ വരിക? അതുപോലെ ഈ 2 ആംഗിൾസും ലീനിയർ പെയർ ആണ്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 80 ഡിഗ്രി ആയിരിക്കും വരിക. അതുപോലെ ഇത് 100 ഡിഗ്രി ആണെങ്കിലും ഇത് 80 ഡിഗ്രി ലീനിയർ പെയർ. ഇതുപോലെ ഈ 75 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയാണ് വരിക? 105 ആണ് വരിക. ഇത് രണ്ടും ലീനിയർ പെയർ ആയതുകൊണ്ട് ഈ ഒരു ആംഗിൾ 100 ഡിഗ്രിയും ഈ ഒരു ആംഗിൾ 80 ഡിഗ്രിയാണ്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? സിമ്പിൾ. നമ്മൾ ഇതുവരെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ആംഗിൾ നമുക്ക് 100 ഡിഗ്രി കിട്ടും. കാരണം എന്താ? ലീനിയർ പെയർ. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് എത്ര കിട്ടുക? 85. റീസൺ എന്താ? ലീനിയർ പെയർ. അപ്പോൾ ഈ ഒരു ഫോർത്ത് ആംഗിൾ നമുക്ക് കണ്ടെത്തിക്കൂടെ? 360 ഡിഗ്രിയിൽ നിന്ന് ഈ 3 ആംഗിൾസും പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. അതായത് 85 പ്ലസ് ചെയ്യുക, അതിൻ്റെ കൂടെ 100 കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പർ 360 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്താൽ ഫോർത്ത് ആംഗിൾ കിട്ടും. അതിനുശേഷം ഈ ഒരു ആംഗിളും ലീനിയർ പെയർ ആണ്. 180 ഡിഗ്രിയാണ് കിട്ടുക. 180യിൽ നിന്ന്
85 മൈനസ് ചെയ്താൽ 95 കിട്ടും. അതുപോലെ ഈ രണ്ട് ആംഗിൾസും ലീനിയർ പെയറാണ് 85. അതുപോലെ ഈ രണ്ട് ആംഗിൾസും ലീനിയർ പെയറാണ് 95. ഇവിടെ എന്താണ്, ഇത് 90 ആണെങ്കിൽ ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും. Question number 5. Question number 5 എന്താണ്? Prove that in any triangle the outer angle at a vertex is equal to the sum of the inner angles at the other two vertices. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നന്നായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് രണ്ട് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഇതെന്താണ്? ഇതൊരു ലീനിയർ പെയർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ മാത്സിൻ്റെ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാത്സിൻ്റെ ലാംഗ്വേജിൽ എഴുതുക? അതായത് ആംഗിൾ ഡി ബി സി ഏതാണ്? ഈ ഒരു ആംഗിൾ. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എന്താണ്? ലീനിയർ പെയറാണ്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ഡി ബി സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 180 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. എന്താണ് റീസൺ? ലീനിയർ പെയറാണ്. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ ബിയും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് ആംഗിൾ ബീനെ നമുക്ക് എങ്ങനെയും എഴുതാം, ആംഗിൾ എ ബി സി എന്നും കൂടി എഴുതുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മാണല്ലോ 180 ഡിഗ്രി. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഈ ഒരു ഇക്വേഷനിലും ആംഗിൾ എ ബി സി ഉണ്ട്, ഈ ഒരു ഇക്വേഷനിലും ആംഗിൾ എ ബി സി ഉണ്ട്. അതുപോലെ ഇവിടെ രണ്ടിടത്തും എന്താണ്? 180 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരിക? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി ബി സി എന്ന് കിട്ടൂലേ? മനസ്സിലായോ എന്താ സംഭവം എന്ന്? ഒന്നുമില്ല. അതായത് ഈ രണ്ട് ഇക്വേഷൻ, നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. 180ക്ക് ഈക്വൽ ആയിട്ട് രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ കട്ട് ചെയ്തു പോകും. അപ്പോൾ ആംഗിൾ എ ബി സി കട്ടായിപ്പോയി, അതുപോലെ 180 ഡിഗ്രിയും കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി ബി സി. അപ്പോൾ നമുക്ക് പറയാം, സോ ഇൻ എ ട്രയാങ്കിൾ ദ എക്സ്റ്റീരിയർ ആംഗിൾ അറ്റ് എ വെർട്ടസ് ഈസ് ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് അറ്റ് ദ അതർ ടു വെർട്ടിസസ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ല കാര്യം. അൺചേഞ്ചിങ് സം. എന്താണ് ഈ ഒരു അൺചേഞ്ചിങ് സം എന്നുള്ള ഈ ഒരു പോർഷനിൽ നമ്മളോട് പറയുന്ന തിയറി പാർട്ട്? അതായത് ഒരു പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് കണക്കാക്കണമെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ നമ്പർ നമ്മൾ അറിഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പോയിന്റ്, ഈ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 180 ഡിഗ്രിയിൽ നിന്ന് 65 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. അതായത് 115 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിളാണ് ഈ 115 എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ബി എന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 180 നിന്ന് നമ്മൾ 35 മൈനസ് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് കിട്ടുന്നത് ആ ഒരു വാല്യൂ ആയിരിക്കും ബിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് 145 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ
ഈ ഒരു സി എന്ന പോർഷനിൽ എത്രയായിരിക്കും ആംഗിൾസ് ഉണ്ടാവുക? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, അതായത് ഇൻറ്റീരിയൽ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 180യിൽ നിന്ന് ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മും പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 80 ഡിഗ്രി. അതായത് നമ്മൾ ഈ 65ഉം 35ഉം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. അപ്പോൾ 180യിൽ നിന്ന് നമ്മൾ 100 മൈനസ് ചെയ്യുന്ന സമയത്ത് 80 ഡിഗ്രിയാണ് ആൻസർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സി എന്ന പോർഷനിലുള്ള ഔട്ടർ ആംഗിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 180യിൽ നിന്ന് 80 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 100 ആണ് കിട്ടുക. അപ്പോൾ ഈ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് ഇവിടെ നമുക്ക് കിട്ടിയ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 145 ആയിരുന്നു. ഇവിടെ ആയിരുന്നു നമുക്ക് 145 കിട്ടിയത്. ഇവിടെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 115. ഇവിടെ നമുക്ക് 100. അപ്പോൾ ഈ 3 വാല്യൂസും കൂടി നമ്മൾ സമ്മ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 360 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് പറയാം എ എന്ന പോർഷനിൽ എന്താണ്? ലീനിയർ പെയർ ആണ് വരുന്നത്. അതുപോലെ ബി എന്ന ഭാഗത്തും സി എന്ന ഭാഗത്തൊക്കെ എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പം 3 ടൈംസ് 180 ഡിഗ്രി എന്നാണല്ലോ അതിൻ്റെ മീനിങ്. അപ്പോൾ 3 ടൈംസ് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ 540 ഡിഗ്രി കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഇൻറ്റീരിയൽ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി. അപ്പോൾ ഈ ടോട്ടൽ ആംഗിളിൻ്റെ സമ്മിൽ നിന്ന് നമ്മൾ 180 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 360 ഡിഗ്രി. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. ട്രയാങ്കിൾസിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചു ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കോർഡിനേറ്ററിൻ്റെ കേസിൽ ഓരോ വെർട്ടെക്സിലെയും ഔട്ടർ ആംഗിൾസിൻ്റെയും അതുപോലെ തന്നെ ഇന്നർ ആംഗിൾസിൻ്റെയും സം എത്രയാണ് വരിക? ഇവിടെ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ കേസിലാണെങ്കിൽ 3 ഇൻറ്റു 180 ഡിഗ്രിയാണ്. കോർഡിനേറ്ററിൽ ഇപ്പം 4 സൈഡ്സ് ഉള്ളത് കൊണ്ട് എന്താണ്? 4 ഇൻറ്റു 180 ഡിഗ്രി. ടോട്ടൽ 720 ഡിഗ്രിയാണ് കിട്ടുക. അതുപോലെ നമ്മൾ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ടോട്ടൽ ആംഗിളിൽ നിന്ന് നമ്മൾ ഇൻറ്റീരിയൽ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസ് മൈനസ് ചെയ്താൽ മതി. ഈ ഒരു കോർഡിനേറ്ററിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റീരിയൽ ആംഗിൾസിൻ്റെ സം എത്രയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 720യിൽ നിന്ന് 360 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് മുന്നേ നമ്മൾ ചെയ്ത, അതായത് നമ്മൾ ട്രയാങ്കിളിൻ്റെ കേസിൽ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്നത് 360 ഡിഗ്രിയാണ്. അതുപോലെ കോർഡിനേറ്ററിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്തിയപ്പോഴും നമുക്ക് എന്താണ്? 360 ഡിഗ്രിയാണ് കിട്ടിയത്. ഒരു കോമൺ സൈഡ് n ആയിട്ടുള്ള ഒരു പോളിഗണിനെ നിങ്ങളെ മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ആകെ n വെർട്ടിസസ് ആണ് ഉണ്ടാവുക. ഓരോ വെർട്ടിസിലും ഓരോ ഔട്ടർ ആംഗിൾ ഉണ്ടാവും. ഒരു പോളിഗണിൻ്റെ ആംഗിൾ ചേർന്നുണ്ടാകുന്നതാണ് ഒരു ലീനിയർ പെയർ. ആകെ n ലീനിയർ പെയർ ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ആംഗിൾസിൻ്റെയൊക്കെ സം എന്ന് പറയുന്നത് n ഇൻറ്റു 180 ഡിഗ്രിയാണ്. അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് നമ്മളൊരു ട്രയാങ്കിൾ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? 3 ഇൻറ്റു 180 ഡിഗ്രി ആയിരുന്നു അവിടെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോർഡിനേറ്റർ എടുത്തപ്പോൾ എന്തായിരുന്നു? 4 ഇൻറ്റു 180 ഡിഗ്രി ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇതിൽ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് നമ്മൾ കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് പറയാം ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് എന്തായിരിക്കും? ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് n ഇൻറ്റു 180 മൈനസ് n-2 ഇൻറ്റു 180 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 180 ഡിഗ്രി. ബാക്കിയൊക്കെ ക്യാൻസലായിപ്പോവും. 2 ഇൻറ്റു 180 ഡിഗ്രി മാത്രമായി മാറുകയില്ല. അതെന്താണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ
നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അതായത് സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. All angles in an 18-sided polygon are equal. How much is each outer angle? 18 sides ഉള്ള ഒരു പോളിഗണിൻ്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. ഓരോ ഔട്ടർ ആംഗിൾസും എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളൊരു 18 സൈഡുള്ള പോളിഗൺ എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. അതുപോലെ ഔട്ടർ ആംഗിൾസ് ഓരോ ഔട്ടർ ആംഗിൾ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 18 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഈ 360 ഡിഗ്രീനെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക? അതായത് ആംഗിൾസ് ഓഫ് എ പോളിഗൺ ആർ ഈക്വൽ, സോ ദ എക്സ്റ്റീരിയർ ആംഗിൾസ് ആർ ഓൾസോ equal. The sum of exterior angles equal to 360 degree. Measurement of an interior angle equal to 360 degree by 18. That's equal to 20 degree. Question number 2. Question number 2 എന്താണ് പറഞ്ഞിരിക്കുന്നത്? The sides PQRS of the quadrilateral shown below are parallel. Compute all inner and outer angles of the quadrilateral. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? PQRS എന്ന ക്വാഡ്രിലേറ്ററിൽ PQRS എന്നീ സൈഡുകൾ പാരലലാണ്. അപ്പോൾ ഈ ക്വാഡ്രിലേറ്ററിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെയും ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുക? നമുക്കറിയാം, ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഈ 4 ആംഗിൾസും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഈ 2 ആംഗിൾസും എന്താണ്? പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കില്ലേ? അതുപോലെ ഈ 2 ആംഗിൾസും സം ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കില്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി. ഇവിടെ വരുന്ന ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 130 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? 70 ഡിഗ്രി. ഇവിടെ വരുന്നതോ 110. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? PQ and RS are parallel to each other. Angle P 50. The exterior angle at S equal to 50. So that angle S equal to 130. Angle Q equal to 360 minus 50 plus 130 plus 110. That's equal to 70 degree. The angles of a quadrilateral are angle P equal to 50 degree, angle Q equal to 70 degree, angle R equal to 110 degree and angle S equal to 130 degree. The exterior angles are 130 degree, 110 degree, 70 degree, 50 degree. Question number 3. Question number 3ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആൻസർ ഒട്ടുമിക്ക ആൾക്കാർക്കും ചെയ്യാൻ അറിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആൻസർ ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ ക്വാഡ്രിലേറ്റർ ആൻഡ് മാർക്ക് എനി 2 ഔട്ടർ ആംഗിൾസ്. ഈസ് ദെയർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ സം ഓഫ് ദീസ് 2 ആൻഡ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് ദ അതർ 2 വെർട്ടിസസ്? അതായത് ഒരു ക്വാഡ്രിലേറ്റർ വരച്ച് അതിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ അടയാളപ്പെടുത്തുക. അവയുടെ സമ്മും മറ്റ് വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾസിൻ്റെ
സമ്മും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു കോഡിലേറ്റർ വരയ്ക്കുക. അതിനുശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. നമുക്കറിയാവുന്നതാണ് ഈ രണ്ട് ആംഗിൾസും എന്താണ്, ലീനിയർ പെയറാണ്. അതുപോലെ ഈ രണ്ട് ആംഗിൾസും ലീനിയർ പെയറാണ്. ഇതും ലീനിയർ പെയറാണ്, ഇതും ലീനിയർ പെയറാണ്. ഇത് നമ്മൾ മാത്സിൻ്റെ ലാംഗ്വേജിൽ എങ്ങനെയാണ് എഴുതുക? അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എ ഇ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എ ഇ എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രിയാണ്. അത് നമ്മൾ എഴുതി. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നോക്കാം. അതായത് ആംഗിൾ ബി പ്ലസ് എന്താ വരിക, ആംഗിൾ സി ബി എ ഈക്വൽ ടു 180 ഡിഗ്രി. നമ്മൾ ബ്രാക്കറ്റിൽ അതിനുള്ള റീസൺ എന്താണ്, ലീനിയർ പെയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷനെയും പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എ ഇ പ്ലസ് ആംഗിൾ സി ബി എഫ് പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 360 ഡിഗ്രി കിട്ടും. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ കോഡിലേറ്ററിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമം എന്താണ്, 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷന് നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ എ ആംഗിൾ ഡി എ ഇ പ്ലസ് ആംഗിൾ സി ഡി എഫ് പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് എഴുതാം. അതായത് ഇൻറ്റേർണൽ ആംഗിൾസിന് ഈക്വലാണ്. ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ടേംസൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക, അതായത് ഇവിടെയും എ ഉണ്ട്, ഇവിടെയും എ ഉണ്ട്, അത് കട്ട് ചെയ്ത് പോയി. അതുപോലെ ആംഗിൾ ബിയും ഉണ്ട്, ഇവിടെയും ആംഗിൾ ബി ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, ആംഗിൾ ഡി എ ഇ പ്ലസ് ആംഗിൾ സി ബി എഫ് ഈക്വൽ ടു ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ എങ്ങനെയാണ് ഒരു കോഡിലേറ്ററിൻ്റെ ഔട്ടർ ആംഗിൾസും ഇന്നർ ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.